ആശാന്മാർക്ക് അടുപ്പിലുമാവാം അല്ലേ? അതല്ലേ, ഈ ആശാന്മാർക്ക് അടുപ്പിലുമാവാന്നാണല്ലോ ചിന്തിക്കേണ്ടത്. കാരണം ഇത് സുരേഷ് ഗോപിയാണ്, നമ്മുടെ കേന്ദ്രമന്ത്രി സാറ്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്നതും ഒരു പുലിയുടെയോ മാനിന്റെയോ കഴുതയുടെയോ എന്തൊരു സാധനമാണ്, തെളിവായിട്ടില്ല. അങ്ങനെ പോലെ ഇരിക്കുന്നു. എന്താണെങ്കിലും വെറുതെ ചൗളിക്കടയിൽ 10 രൂപ 20 രൂപ കാണിക്കുന്ന സാധനം ഇടൂലല്ലോ. ഓക്കെ, അതിന്റെ തൊട്ടപ്പുറേക്ക് ജയറാമണ്ണൻ, അദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ട് ആ ഒരു സാധനം. അതുപോലെ തന്നെ അഖിൽമാരാർ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന്റെ കഴുത്തിലുണ്ട്. അതേ സെയിം തന്നെയാണ് നമ്മുടെ വേടൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ കയ്യിൽ 5 ഗ്രാം കഞ്ചാവിന്റെ പേരിലോ 100 ഗ്രാം കഞ്ചാവിന്റെ പേരിലോ 1 ഗ്രാം കഞ്ചാവിന്റെ പേരിലാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല. അത് മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്ന സാധനത്തിന്റെ പേരിൽ ഇന്ന് ആരും തന്നെ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ഉണ്ടല്ലോ, ഇന്ന് താഴെ കിടക്കുന്ന ഒരുപാട് പേര് അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ചെറിയവൻ മുതൽ വലിയ ആൾക്കാർ വരെ ഇന്ന് വേടനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നത് എന്നല്ലേ നിങ്ങൾക്ക് പറയാം. ഞാൻ വരെയാണെങ്കിൽ കൂടി എനിക്ക് അദ്ദേഹത്തിന് ദൈവത്തിനെ പോലെ ആരാധിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടി നേതാവിനെ പോലെ ആരാധിക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ അല്ല. അദ്ദേഹത്തിന്റെ ഓരോ വരികളും ഉണ്ടല്ലോ, അതെല്ലാ മനുഷ്യരുടെയും എവിടെ അങ്ങോട്ട് കയറിയിരിക്കുന്നുണ്ട്. കാരണം സത്യമായിട്ട് തന്നെയാണ് അദ്ദേഹം തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് ഇന്ന് ലോക്ക് ചെയ്ത് അകത്തിരുന്നത്. പുലിനകത്തിന്റെയും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് വാക്കത്തിയും കോട, എല്ലാവരും വീട്ടിൽ വാക്കത്തിയും കോടാലി അല്ലാണ്ട് വേറെ തൂട്ടം വിറക് ഉരിക്കാൻ കോടാലി ഉണ്ടാവും, അതുപോലെ തേങ്ങ ഒതുക്കാൻ വാക്കത്തി ഉണ്ടാവും. മാരകായുധങ്ങൾ, അതിന്റെ കേസ് എന്തോ തള്ളിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പുലിനകം അദ്ദേഹത്തിന് ആരോ കൊടുത്തതാണെന്നും അതിനുള്ള തെളിവുകളൊക്കെ മുന്നോട്ട് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടും അത് അന്വേഷിച്ച് മുന്നോട്ട് വന്നതിന് മുമ്പ് അദ്ദേഹത്തിനെതിരെയായിട്ട് എന്താ പറയുക, കാടിക്കേറി വേട്ട നടത്തി ആ പുലിനെ പിടിച്ചു എന്തൊക്കെ കേസ്, നിയമത്തിന്റെ മതി. എന്നാൽ ഈ കാണുന്നവർക്കൊന്നും ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കുക, ചിലപ്പോൾ പുലിയോ മാനോ അല്ല കഴുതയുടെ ഒക്കെ ആയിരിക്കാമല്ലോ നഖവും പല്ലും ഒക്കെ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ആശാമാർക്ക് തമ്പുരാമാർക്ക് എന്തോ ആവാം, താഴെ കിടക്കുന്ന പാവങ്ങൾക്കും അല്ലെങ്കിൽ സ്വന്തം അധ്വാനം കൊണ്ട് വളർന്നു വരുന്നവർ അങ്ങനെ വളർത്തരുത്, താഴെ അങ്ങോട്ട് ഇരുത്തിക്കോണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നാൽ ഇന്ന് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയാണെങ്കിലും വേറെ ആൾക്കാരൊക്കെ മുന്നിലേക്ക് വന്ന് അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് വീഡിയോസിലൂടെ അല്ലാതെയും പ്രതിഷേധം അറിയിക്കുന്നുണ്ടെങ്കിലോ, അദ്ദേഹം കൈമുടക്ക് കൊടുത്തിട്ടോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയോ അല്ലെങ്കിൽ മതമോ ഇഷ്ടപ്പെട്ടിട്ട് അതൊന്നുമല്ല, അദ്ദേഹം ഉന്നയിക്കുന്ന വാക്കുകളെയും അദ്ദേഹം പരാമർശിക്കുന്ന കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട് അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 5 കേസിൽ സാധാരണ പിടിക്കുന്ന ഒരു വേഡ് അല്ലെങ്കിൽ ഒരു റാപ്പർ അല്ലെങ്കിൽ ഒരു സിംഗർ എന്ന് പറഞ്ഞ് തള്ളിക്കളിയുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ വേഡിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇത്രയും രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ പറഞ്ഞ ആൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇങ്ങനൊരു അബദ്ധം അദ്ദേഹത്തിനെതിരെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നെ ഇത്രയും പേര് കാത്തിരിപ്പുണ്ട് ഇന്ന് എന്നെ കൊടുക്കാൻ എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വേണമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായില്ല, അതുകൊണ്ട് ലോക്കായി. അപ്പൊ അതുകൊണ്ട് ആശാമാർക്ക് എവിടെയും ആവാമെന്നുള്ളൊരു ധ്യാനം ഉണ്ടല്ലോ. കാരണം അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ പൂനൂലിട്ട് അമ്പലത്തിൽ പൂജയാരി ആവണോ, അല്ലെങ്കിൽ ഒരു ഉന്നത കുലജാതത്തിൽ പിറക്കണോ എന്നൊന്നും വേടം പറഞ്ഞിട്ടില്ല, അതിനുന്നയിച്ചിട്ടില്ല. എന്നാൽ അതിനെതിരായിട്ട് സംസാരിച്ചു അദ്ദേഹം. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മൈനുമില്ല. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇന്ന് കണക്ക് കൂട്ടിയിട്ട് എനിക്ക് തോന്നുന്ന വാക്കുകൾ അല്ലേ. ഇതൊക്കെ എവിടെയോ കൊണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ തകർക്കാൻ വേണ്ടി ഈ കണ്ട എല്ലാവരും കൂടി ഒത്തൊരുമി എന്താ